നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രാമീണ വാർത്തകൾ. മുട്ടം ടൗണിൽ നിന്നും ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുട്ടം ടൗണിൽ കൂടെ റോഡ് സൈഡിൽ കൂടെ കടന്നു പോകുന്ന പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന റോഡ് സൈഡ് പൂർവ്വസ്ഥിതിയിലാക്കി പോകുന്നതിൽ മുട്ടം SNDP ഗുരുതോപ ക്ഷേത്രത്തിനോട് PWD എഞ്ചിനീയറുടെ വിവേചന ബുദ്ധി. നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടം മൂലമറ്റം റോഡിലാണ്. ഇടുക്കി എന്ന മിടുക്കിയായ സ്ഥലത്തേക്ക് പോകുന്ന അതിപ്രധാനമായ റോഡിൻ്റെ സൈഡ് ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊളിച്ചിട്ടിട്ട് പണിയുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. സാധാരണ ഇത് നല്ല രീതിയിൽ, അതായത് കാലങ്ങൾ നിൽക്കാവുന്ന രീതിയിൽ തന്നെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണിയേണ്ടതാണ്. ഇത് വേസ്റ്റ് കെട്ടിടം പൊളിച്ചതും റോഡ് പൊളിച്ച കോൺക്രീറ്റ് സാധനങ്ങൾ കൊണ്ടിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഇത് റോഡ് പണിയുന്നത്. അത് പ്രത്യേകിച്ച് ഇവിടെ ഒരു ഗുരുക്ഷേത്രമുണ്ട്, മുട്ടം ഗുരുക്ഷേത്രം. അതിൻ്റെ വാതിക്കൽ ഇവരിന്നിപ്പോൾ ഒരു മാസം മുമ്പേ കൊണ്ടിട്ട വേസ്റ്റ് സാധന കരിങ്കല്ലുകളൊക്കെയാണിത്. ഇത് ഇവിടെ ഇട്ടേച്ച് പോയേക്കുമായിരുന്നു. ഇന്നിപ്പോൾ ചാനലുകാർ നമ്മൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്താ പ്രാരംഭ നടപടികളിലൊക്കെ കഴിഞ്ഞു എന്നേ ഉള്ളൂ. അതിലും ഗുരുതരമായ ഒരവസ്ഥ ഇത്. ഈ വഴി കോൺക്രീറ്റ് ചെയ്തേക്കുന്ന രീതിയാണ്. ഇതിപ്പോൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ പൊളിഞ്ഞു പോകും. ഇതുണ്ടോ, ഇത് യാതൊരു മുൻകരുതലും കൂടാതെ, ഉറപ്പും കൂടാതെയാണ് ഇത്. വേസ്റ്റൊക്കെ അടിയിലിട്ടിട്ടാണ് ഇത് പൊളിയേക്കണത്. ഏത് സമയത്തും പൊളിഞ്ഞു. അതുപോലെ ജലമൊഴുക്കുള്ളൊരു റോഡാണിത്. വീതി കുറവാണ് ഒന്നാമത്. അത് നല്ല രീതിയിൽ ഇടുക്കിയിലേക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ പണിയേണ്ടതാണ്. ഇതുപോലെ കെട്ടിടം പൊളിച്ച കല്ലൊക്കെ കൊണ്ടിട്ടാണ്. ഈ പണിയണത് ആർക്കാനും വേണ്ടിയിട്ട് ഓക്കാനിക്കുന്ന രീതിയിലാണ്. ആ JCB കൊണ്ട് തന്നെ ഒന്നാന്തരം മെയിൻ റോഡ് പോകാവുന്ന രീതിയിൽ അതിൻ്റെ ഇതൊക്കെ റബ്ബർ ബേസിൽ ടാറിങ് ചെയ്തേക്കണെയാണ്. അത് കുത്തി പൊളിച്ച് അതുകൊണ്ടാണ് JCB കൊണ്ട് തന്നെ ഇത് ഒതുക്കിയിട്ട് പോയേക്കണതിൻ്റെ ഒരു ഭയങ്കര ഭീകരമായ ഒരു രീതിയാണ്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലകളിലേക്കുള്ള റോഡുകളെല്ലാം വളരെ മോശമായ രീതിയിലാണ്. ഇപ്പോൾ മുട്ടം മൂലമറ്റം റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പണികളെല്ലാം റോഡിന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ്. മാസങ്ങൾക്ക് മുമ്പ് തീർന്നുകൊണ്ടിരുന്ന ഈ പണി വെറും ഒരു 10 മീറ്റർ പണിതാൽ ഈ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശം വരുന്ന ഭക്തർക്ക് വരാനുമുള്ള സൗകര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു മാസത്തോളം അവിടെ ഇതുപോലെ മറ്റേതോ റോഡ് കുത്തിപ്പൊളിച്ച് കൊണ്ടുവന്ന അവശിഷ്ടങ്ങൾ കുന്നുകൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. ഈ ഇതുപോലെയുള്ള റോഡ് പണികളെല്ലാം ദീർഘകാലമായി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നല്ല ഉറപ്പോടുകൂടി പണിയണമെന്നാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശം. എന്നാൽ ഇത് ചില കോൺട്രാക്ടർ എഞ്ചിനീയർമാരുടെ കൂട്ടുകെട്ട് കളികളാണ്. ഇതുപോലുള്ള നിരുത്തരവാദിത്വപരമായ രീതിയിൽ കൂടെ പണികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നത്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ്. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ നിന്നും KK വിജയൻ.